ശിരോവസ്ത്രം ധരിച്ചു വരുന്നത് വിലക്കിയ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി. സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കാതെ ഭരണഘടന മാനിച്ച് മുന്നോട്ടു പോകാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് മന്ത്രി പറഞ്ഞു. വിവാദം ആളിക്കത്തിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വിദ്യാർത്ഥി ഇന്നും സ്കൂളിലെത്തിയില്ല. പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാരവാഹികളും നിയമ ഉപദേശകരായി രംഗത്ത് വന്നിട്ടുള്ളവരും PTയുടെ ഭാരവാഹികളും ആവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞത്. ഹൈബി ഈഡൻ MPയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം ആളിക്കത്തിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറേ ആളുകൾക്ക്. അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്ത് ചെയ്യുന്നു? ആ വിഷയം ചെന്നു പരിഹരിക്കുക. ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പോയതുകൊണ്ട് ഒരു കലാപവും ഉണ്ടാകില്ലെന്ന് DYFI പ്രതികരിച്ചു. കേരളത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കി ഒരു കലാപത്തിലുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന വിഷയത്തിൽ അവരിടപെടുകയാണ്. ശിരോവസ്ത്രം ധരിച്ച് കുട്ടികൾ പോയാൽ പോകുന്നു, അതൊക്കെ എത്ര സ്കൂളുകൾ പോകുന്നുണ്ട്? ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ? ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് SDPIയുടെ സ്വരമാണെന്ന് BJP നേതാവ് MT രമേശ് ആരോപിച്ചു. മീഡിയ 1 കൊച്ചി.